എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, 5 വർഷം മുമ്പ് ഇതേ അങ്ങാടിയിൽ വെച്ച് ഞാൻ നടത്തിയ പ്രസംഗം പലർക്കും ഓർമ്മയിലുണ്ടാകും. 10 വർഷക്കാലം ഭരിച്ചിട്ടും 4ാം വാർഡിൽ വികസനം കൊണ്ടുവരാൻ കഴിയാത്ത മെമ്പർമാരെ മാറ്റി നിർത്താൻ ഉറച്ച തീരുമാനമെടുത്ത പോത്തുകുണ്ട് നിവാസികളോട് ഇനി കൂടുതലൊന്നും പറയേണ്ടി വരികയില്ല. 5 വർഷക്കാലം ചുക്കൂർ കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാ സഹോദര രാഷ്ട്രീയ പാർട്ടികൾക്കും തന്നെ എല്ലാവർക്കുമായിട്ട് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും അവരുടെ വീട്ടിലെത്തിച്ചു കൊടുത്ത, അതും ആരോടും ചോദിക്കാതെ തന്നെ അദ്ദേഹം കണ്ടറിഞ്ഞ് എത്തിക്കുകയും ചെയ്തിട്ടുള്ള അത്രയും വികസനങ്ങൾ ചെയ്ത നല്ല ഒരു മെമ്പറാണ് ചുക്കൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. ആ വാർഡിന്റെ പിന്നോക്കാവസ്ഥക്ക് കാരണക്കാരായ ആ ആളുകൾക്ക് നമ്മുടെ വാർഡിൽ വീണ്ടും ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു തന്ത്രമാണ് ഒരു പാവപ്പെട്ട ഒരു ആശാ വർക്കറെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ആ സാധുവിനെ നിർത്തിക്കൊണ്ട് വീണ്ടും നമ്മുടെ വാർഡിൽ ആധിപത്യം സ്ഥാപിച്ച് നമ്മുടെ വാർഡിനെ പിന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ശ്രമമാണ് സുഹൃത്തുക്കളെ അവർ നടത്തുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അഥവാ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ അവർ എന്താ ചെയ്യുക? ചുക്കൂറിനെ പോലെ നമ്മുടെ സമ്മതമൊന്നും അവർക്ക് എന്തായാലും ഇവിടെ എന്ത് വികസനം ചെയ്യേണ്ടി വന്നാലും അവർക്ക് 1-2 വ്യക്തികളുടെ സമ്മതമില്ലാതെ 4ാം വാർഡിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതും നമ്മളൊന്നും ഉള്ള ഭാഗങ്ങളിലേക്ക് ഒരു സഹായം എത്തിക്കുകയില്ല. സ്വജനപക്ഷപാതം എന്ന് തന്നെ പറയാം. അവരുടെ ആളുകളുണ്ടോ അവിടെ മാത്രം വികസനം, അല്ലാത്ത ഇടത്ത് അവൻ മറ്റേ പാർട്ടിക്കാരനാണ്, അവൻ മറ്റേ ജാതിക്കാരനാണ്, അവിടെ കൊടുക്കണ്ട ഇവിടെ കൊടുക്കണ്ട എന്ന് പറഞ്ഞ, ഞാൻ ചോദിക്കട്ടെ, ഇതര രാഷ്ട്രീയ പാർട്ടിയിലുള്ള എന്റെ സഹോദരന്മാരോട്, എന്റെ അച്ഛന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഈ ചുക്കൂർ നടത്തിയതുപോലെ അവരുടെ ഭരണകാലത്ത് നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് എന്തെങ്കിലും പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ അവർ എത്തിച്ചിരുന്നോ എന്ന് ഒന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? എന്നാൽ ചുക്കൂർ ചെയ്തത് എന്താണ്? എല്ലാ വീടുകളിലേക്കും പാർട്ടിയുടെ നിറമോ കൊടിയുടെ നിറമോ നോക്കാതെ എല്ലാവരിലേക്കും ആനുകൂല്യങ്ങളും വികസനങ്ങളും സഹായങ്ങളും എത്തിച്ച ഒരു മഹാനായ ഒരു മെമ്പറാണ് നമ്മുടെ ചുക്കൂർ മെമ്പർ. ആ ചുക്കൂർ എന്ന് പറയുന്ന മെമ്പർ, ആ മെമ്പറുടെ തുടർച്ച ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരു വനിതാ വാർഡായതുകൊണ്ട് റമീസ ടീച്ചറെ നമ്മൾ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പോത്തുകുണ്ടിനെ ചിന്തിക്കാൻ ശേഷിയുള്ള എന്റെ നല്ലവരായ അമ്മമാരോടും സഹോദരന്മാരോടും ഉമ്മമാരോടും ഉപ്പമാരോടും പെങ്ങന്മാരോടും സഹോദരന്മാരോടും ഞാൻ പറയുകയാണ്, ആ ചുക്കൂറിന്റെ സേവനം നമ്മുടെ വാർഡിന് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എന്ത് തന്നെ പ്രലോഭനങ്ങളും എന്ത് തന്നെ പാരിതോഷികങ്ങളും പ്രഖ്യാപിച്ചാലും ഒരിക്കലും അതിൽ വീഴരുത് സുഹൃത്തുക്കളെ. വീണ് കഴിഞ്ഞാൽ നമ്മുടെ വാർഡ് പഴയ അവസ്ഥയിലേക്ക് പോകും, ഒരിക്കലും പോകരുത്. അതുകൊണ്ട് നിങ്ങൾ റമീസ ടീച്ചർക്ക് മൊബൈലിൽ വോട്ട് ചെയ്തുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച് ചുക്കൂർ മാസ്റ്ററുടെ സേവനം തുടരാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു തരണമേ എന്ന് അപേക്ഷിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ